സോ വെൽക്കം ബാക്ക്. അപ്പോൾ 12,000-13,000 രൂപ പ്രൈസ് റേഞ്ചിൽ നിങ്ങളൊരു ബെസ്റ്റ് ഫോൺസൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ആ റേഞ്ചിൽ രണ്ട് ബെസ്റ്റ് ഫോൺസാണ് ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് വിവോയുടെ T3Xും പിന്നെ ഒന്ന് കഴിഞ്ഞ ദിവസം ലോഞ്ച് ചെയ്ത iQOOയുടെ C9Xും ആണ്. അപ്പം ഇത് രണ്ട് ഫോണിലും ഏത് ഫോൺ എടുക്കണം? രണ്ടും ഓൾമോസ്റ്റ് സെയിം ആയിട്ടുള്ള സ്പെക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. ബട്ട് ഒരു ഫൈനലായിട്ട് നമുക്ക് ഏത് ഫോൺ ചൂസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു വീഡിയോ അവസാനം വരെ കാണാം. എന്നാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഓവറോൾ ഏത് ഫോൺ എടുക്കേണ്ടത് എന്നുള്ളതൊരു ധാരണയൊക്കെ തന്നെ എന്തായാലും കിട്ടുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെടാൻ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യാം. അപ്പോൾ നേരെ വീഡിയോയിലോട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ആയിട്ട് പ്രൈസ് പറയാം. നമുക്ക് ഈ ഒരു ഫോണിൽ ഒരുപാട് വേരിയൻറ്റ് നമുക്ക് വരുന്നുണ്ട്. ബട്ട് നമ്മളിതിൽ സെലക്ട് ചെയ്യുന്ന 4GB 128GB ആണ്. രണ്ട് വേരിയൻറ്റും രണ്ട് ഫോണിനും വരുന്നുണ്ട്. അപ്പം വിവോ T3Xൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 13,499 രൂപയാണ്, 13,500 രൂപയാണ്. iQOO C9Xലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വേരിയൻറ്റ് കിട്ടുന്നത് 12,999, അതായത് 13,000 രൂപയൊക്കെ കിട്ടുന്നത്. അപ്പം iQOO C9X നമുക്ക് 500 രൂപ കുറവ് നമുക്ക് പ്രൈസ് പോയിന്റിൽ വരുന്നുണ്ട്. രണ്ട് ഫോണുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബാക്കിയും വേരിയൻറ്റും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നത്. നമ്മളിവിടെ സെലക്ട് ചെയ്യുന്ന ഈ വേരിയൻ്റാണ്. അപ്പം ഈ ഒരു വേരിയൻറ്റിൽ നമുക്ക് 500 രൂപയുടെ ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പം ഇനി ബാക്കിയുള്ളതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ ആയിട്ട് ഡിസൈൻ, രണ്ട് ഫോണിൻ്റെയും സെപ്പറേറ്റ് ആയിട്ടുള്ള ഡിസൈൻ തന്നെയാണ് കാണാൻ. രണ്ട് ഫോണും അത്യാവശ്യം വ്യത്യാസമുള്ള ഡിസൈൻ തന്നെയാണ്, സെയിം ഡിസൈൻ തന്നെയല്ല വരുന്നത്. ബട്ട് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും വെയ്റ്റും തിക്നെസ്സും അങ്ങനത്തെയുള്ള എല്ലാ കാര്യങ്ങളും സെയിം ആണ്. 199 ഗ്രാമാണ് വെയിറ്റ് വരുന്നത്. 8mm തിക്നെസ് ഒക്കെ തന്നെ വരുന്നുണ്ട്. അതൊക്കെ സെയിം ആണ്. പക്ഷേ ഡിസൈൻ ആ ഒരു ക്യാമറ മൊഡ്യൂളിലും ആ കാര്യത്തിലൊക്കെ തന്നെ ചെറിയ രീതിയിലുള്ള ഡിസൈനൊക്കെ തന്നെ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും രണ്ട് ഫോൺ തമ്മിലെ ഡിഫറൻസ്. അപ്പം ബാക്കിയുള്ള എല്ലാ വെയിറ്റും തിക്നെസ്സും ഒക്കെ തന്നെ സെയിം ആണ്. സൈഡ് മൗണ്ടഡ് ആയിട്ടുള്ള ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് വരുന്നത്. IP64ൻ്റെ റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നീട് സ്റ്റീരിയോ സ്പീക്കേഴ്സൊക്കെ തന്നെ വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് പോയിന്റിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഡിസൈൻ ബേസും ബിൽഡ് ക്വാളിറ്റിയൊക്കെ തന്നെ ഈ ഒരു ഫോണിന് വരുന്നുണ്ട്. രണ്ട് ഫോണും പ്ലാസ്റ്റിക്കിൻ്റെയാണ് ബിൽഡൊക്കെ തന്നെ വരുന്നത്. ദെൻ ഡിസ്പ്ലേയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതും സെയിം തന്നെയാണ്. ഡിസ്പ്ലേ സെറ്റപ്പ് എന്ന് പറയുന്നത് 6.72 ഇഞ്ചിൻ്റെ ഫുൾ HD IPS LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. 1000 nitsൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് ഒക്കെ തന്നെ രണ്ട് ഫോണിനും വരുന്നുണ്ട്. സെയിം ഡിസ്പ്ലേ ആണ്, യാതൊരു തരത്തിലുള്ള മാറ്റവും ഡിസ്പ്ലേയുടെ ഭാഗത്തും ഈ രണ്ട് ഫോണും തമ്മിലും വരുന്നില്ല. അപ്പോൾ ഡിസൈൻ കാര്യത്തിൽ മാത്രമേ ചേഞ്ച് വന്നിട്ടുള്ളൂ. ബിൽഡിലും അതുപോലെ തന്നെ ബാക്കി വെയിറ്റും തിക്നെസ്സൊക്കെ തന്നെ സെയിം ആണ്. ഡിസ്പ്ലേയും സെയിം ആണ്. ദെൻ ക്യാമറ 15MB ആണ് പ്രൈമറി ക്യാമറ. പിന്നീട് 2MB ഡെപ്ത് ക്യാമറയും വരുന്നുണ്ട്. സെൽഫിയിലേക്ക് വന്നു കഴിഞ്ഞാൽ 8 MP സെൽഫി ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. രണ്ട് ഫോണും സെയിം തന്നെയാണ്. പിന്നീട് 4Kയിൽ നമുക്ക് വീഡിയോസ് നമുക്ക് റിയർ ക്യാമറയിൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നൊരു ഓപ്ഷൻ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് കിട്ടുന്നുണ്ട്. 4K 13 FPS വീഡിയോസ് നമുക്ക് റിയറിൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. ബാക്കി ക്യാമറ നോർമലാണ്. സെൽഫി ക്യാമറ ഒക്കെ നോർമൽ സെറ്റപ്പ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ മെയിനായിട്ടുള്ള ക്യാമറയുടെ ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ആ ഒരു 4K 13 FPS ആ ഒരു റെസൊല്യൂഷനിൽ നമുക്ക് നല്ല ക്വാളിറ്റിയിലുള്ള വീഡിയോസ് എടുക്കാം എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ക്യാമറയിൽ ഏറ്റവും വലിയൊരു ഫീച്ചറായിട്ട് എടുത്ത് പറയുന്നത്. ബാക്കി ക്യാമറ ഫോട്ടോസൊക്കെ തന്നെ ഒരു നോർമലായിരിക്കും. റിവ്യൂസും കാര്യങ്ങളൊക്കെ നോക്കുക. ദെൻ പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കിതിൽ വരുന്നത് കോൾകോം സ്നാപ്ഡ്രാഗൻ്റെ 6 Gen 1 എന്ന പ്രോസറാണ് കൊടുത്തിട്ടുള്ളത്. ആൻറ്റു ബെഞ്ച് സ്കോർ എന്ന് പറഞ്ഞാൽ 5,16,000 എബോ ആയിട്ടാണ് വരുന്നത്. രണ്ട് ഫോണും സെയിം തന്നെയാണ്. ആൻറ്റു സ്കോറിലൊക്കെ തന്നെ നമുക്ക് ആ ഒരു റാമും സ്റ്റോറേജൊക്കെ ഡിഫറൻസ് വരുമ്പോൾ മാത്രമേ ആ ഒരു ആൻറ്റു സ്കോറിൽ ഡിഫറൻസ് വരുന്നുള്ളൂ. അല്ലാത്ത രീതിയിൽ രണ്ട് ഫോണിലും സെയിം ആയിട്ടുള്ള സെറ്റപ്പ് തന്നെയാണ് പെർഫോമൻസിൻ്റെ കാര്യത്തിലും വരുന്നത്. അതിലൊന്നും യാതൊരു തരത്തിലുള്ള ചേഞ്ചും ഈ രണ്ട് ഫോണിലും വരുന്നില്ല. പെർഫോമൻസ് ആണെങ്കിലും രണ്ടും സെയിം തന്നെയാണ്. 2 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 3 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും രണ്ട് ഫോണിലും തന്നെ സെയിം ആയിട്ട് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വിവോയിലും iQOOയിലും സെയിം ആയിട്ടുള്ള ഫൺ ടച്ച് OS 14 തന്നെയാണ് ഔട്ട് ഓഫ് ദ ബോക്സ് ആയിട്ട് വരുന്നത്. സോ സെയിം ആയിട്ടുള്ള UIയും കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. ദെൻ ബാറ്ററി ആൻഡ് ഫാസ്റ്റ് ചാർജിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ 6000 mAh ബാറ്ററിയും 44 വാട്ടിന് ഫാസ്റ്റ് ചാർജിങ്ങും ബോക്സിനകത്ത് തന്നെ നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓവറോളായിട്ട് പറയുകയാണെങ്കിൽ എല്ലാം സെയിം ആണ്. ഡിസൈൻ മാത്രം ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ സ്പെക്കും കാര്യങ്ങളൊക്കെ തന്നെ സെയിം ആണ്. അപ്പോൾ ഇതിൽ ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ ആയിരിക്കും എല്ലാവർക്കും ഉണ്ടാകുന്നത്. iQOO വേണോ വിവോ വേണോ? നിങ്ങൾക്ക് iQOO എടുത്താലും സെയിം തന്നെയാണ്, വിവോ എടുത്താലും ഒരുപോലെ തന്നെയാണ്. പക്ഷേ നമുക്കിവിടെ iQOOയിൽ 500 രൂപയുടെ ഡിഫറൻസ് ഇവിടെ വരുന്നുണ്ട്. വിവോയിൽ നമുക്ക് 500 രൂപ അധികം കൊടുക്കണം. നിങ്ങൾക്ക് iQOO ഡിസൈൻ ഇഷ്ടപ്പെട്ട iQOO പോയിട്ട് എടുക്കുക. വിവോ ഡിസൈനാണ് ഇഷ്ടപ്പെട്ടതെന്നുണ്ടെങ്കിൽ വിവോ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഡിസൈൻ വൈസ് എടുക്കാവുന്നതാണ്. പിന്നീട് iQOO എടുക്കുന്നതുകൊണ്ട് സർവീസിൽ യാതൊരു തരത്തിലുള്ള ഇഷ്യൂസ് വരുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് ഫോണും
സെയിം ആയിട്ടുള്ള സർവീസ് സെൻറ്റർ തന്നെയാണ് നമ്മൾ കാണിക്കേണ്ടത്. അതായത് വിവോയുടെ സർവീസ് സെൻറ്റർ എവിടെയുണ്ടോ അവിടെ നമുക്ക് ഐക്യു നമുക്ക് സർവീസ് ചെയ്യാനുള്ള ഓപ്ഷൻ തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വേറെ ഐക്യുക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള സർവീസ് സെൻറ്റർ കാര്യങ്ങളൊന്നും ഇപ്പം വന്നിട്ടില്ല. ഇപ്പോഴും വിവോയുടെ സർവീസ് സെൻറ്ററിൽ തന്നെയാണ് ഐക്യു ഫോൺസൊക്കെ തന്നെ സർവീസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സർവീസിൻ്റെ കാര്യത്തിൽ നിന്നും യാതൊരു തരത്തിലുള്ള ഡൗട്ടും കാര്യങ്ങളൊന്നും തന്നെ വേണ്ട. രണ്ട് ഫോണിലും സെയിം ആയിട്ടുള്ള സർവീസ് തന്നെയാണ്. അതായത് ഏതൊരു ഫോൺ എടുത്താലും ആ ഫോണിൻ്റെ ബ്രാൻഡും പേരിലും മാത്രമേ ഡിഫറൻസ്, അല്ലെങ്കിൽ ഡിസൈനിൻ്റെ പേരിൽ മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. ബാക്കി ഫ്യൂച്ചറിലേക്കുള്ള സർവീസും ബാക്കി എല്ലാ കാര്യങ്ങളും ഏത് ഫോൺ എടുത്താലും ഒരുപോലെ തന്നെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഡിസൈൻ വൈസ് നിങ്ങൾക്ക് ഏത് ഫോൺ എടുക്കാം, അല്ലെങ്കിൽ ബ്രാൻഡ് വൈസ് നിങ്ങൾക്ക് വിവോ വേണമെങ്കിൽ വിവോ എടുക്കാം, അല്ലെങ്കിൽ ഐക്യു ആണ് വേണ്ടത് നിങ്ങൾ ഐക്യു എടുക്കാം. അതേ ഉള്ളൂ. അല്ലാതെ ബാക്കി ഏത് ഫോൺ എടുത്തു കഴിഞ്ഞാലും ഒരു ഇതിലുള്ള ഇഷ്യൂസും വരാനില്ല. ഏത് ഫോണും നിങ്ങൾക്ക് കണ്ണും പൂട്ടി വാങ്ങാൻ പറ്റിയ രണ്ട് ഫോൺസ് തന്നെയാണ്. അപ്പം അതിലൊന്നും യാതൊരു തരത്തിലുള്ള സംശയവും വേണ്ട. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ടത് അത് പോയിട്ട് എടുക്കാം, ഒരു കൺഫ്യൂഷനും വേണ്ട വേറെ. അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ദിസ് ഇസ് ഫ്രം അഭിനവ് സൈനിങ് ഓഫ്. ബൈ.